ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ നാടകം തുടരുന്നു. മഹാലക്ഷ്മിയെ കണ്ണൻ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്ന് വിശ്വസിച്ച് സന്തോഷിക്കുകയാണ് ശത്രുക്കൾ ഒന്നടങ്കം. ഏതായാലും മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശത്രുക്കൾ പല വഴികൾ നോക്കിയിട്ടും അതൊന്നും നടക്കുന്നില്ല. എങ്ങനെയാണ് അവൾ അതിൽ നിന്നും അവസാന നിമിഷം രക്ഷപ്പെടുന്നത് എന്നൊരു ചിന്ത അവരെ വല്ലാതെ തന്നെ ആശങ്കയിലാക്കുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള പ്രതാപന്റെ അവസാന നിമിഷവും തന്ത്രപൂർവ്വം പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മഹി. കണ്ണൻ നടന്നു തുടങ്ങി എന്നറിയുന്ന ഏക സാക്ഷിയായ മേഘനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ജീവച്ഛവം പോലെ കിടക്കാണ്. സ്വാതിയും കണ്ണൻ്റെ മനസ്സിൽ ഇടിച്ചു കയറാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. അപ്പോൾ ദുർഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്വാതി മോളെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മഹാലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ് അവൻ്റെ മനസ്സ് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇത്രയൊക്കെ തിരിച്ചടികൾ ഉണ്ടായിട്ടും നമുക്ക് ആകപ്പാടെ സന്തോഷിക്കാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് കണ്ണൻ അവളെ ഒഴിവാക്കി എന്നുള്ളത് മാത്രമാണ്. നിന്നെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് മേഘനാണ്. അവൻ്റെ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണം. എന്നെങ്കിലും അവൻ ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ കണ്ണൻ്റെ കണക്കില്ലാത്ത സ്വത്തുക്കൾ മുഴുവൻ നീ നിന്റെ പേരിലേക്ക് ആക്കി മാറ്റണം. മേഘൻ അത്രയ്ക്ക് കണ്ണൻ്റെ സ്വത്തുക്കൾ മോഹിച്ചിട്ടുണ്ട്. അവൻ്റെ മനസ്സിൽ കയറി പറ്റാനായിട്ട് നീ എല്ലാ ശ്രമവും പരീക്ഷിക്കണം. നീ ഒരു തുണയാണെന്ന് അവന് തോന്നണം. ഇനി അവൻ്റെ കാര്യങ്ങൾ എല്ലാം നീ നോക്കണം. വീടിനുള്ളിൽ മാത്രമല്ല, അവൻ പുറത്തേക്ക് പോകുമ്പോഴും നീ അവൻ്റെ കൂടെ ചെല്ലണം. അവൻ വേണ്ടെന്ന് പറഞ്ഞാലും നീ ഇടിച്ചു കയറി ചെല്ലണം. അവിടെയാണ് നിന്റെ മിടുക്ക് എന്നെല്ലാം ദുർഗ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഞാൻ എല്ലാം വേണ്ടതുപോലെ ചെയ്യാം ഉപ്പച്ചി. ഇനി ലക്ഷ്മിയുടെ ആഭരണങ്ങളെല്ലാം നിനക്ക് സ്വന്തമാണെന്നും ദുർഗ പറയുന്നുണ്ട് കേട്ടോ സ്വാതിയോട്. അപ്പോൾ സ്വാതി പറയുന്നുണ്ട്, ഒരിക്കൽ ഞാനായിട്ടാണ് കണ്ണേട്ടനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞത്. ഇത്തവണ ഞാൻ എന്തായാലും അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല അപ്പച്ചി. കണ്ണേട്ടനെ കൊണ്ട് എൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും. അതെൻ്റെ ഒരു വാശിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ സ്വാതി. പിന്നീട് കരുണ ദുർഗയോട് പറയുന്നുണ്ട്, നമ്മൾ അവൾക്കെതിരെ എന്തൊക്കെ ചെയ്തിട്ടും അതൊക്കെ നമുക്ക് തന്നെ തിരിച്ചടിയായിട്ടാണല്ലോ അമ്മ വരുന്നത്. അവളുടെ ആ MD കസേര ഞാൻ ഒരുപാട് മോഹിച്ചതാണ്. അവൾ അതിൽ നിന്നാണ് എന്നെ ആട്ടി ഇറക്കി വിട്ടത്. കണ്ണേട്ടൻ എന്താ അവളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആ അനന്തുവിനെ പോലെ കണ്ണേട്ടനും മിടുക്കനായിട്ടുള്ള ഒരു വക്കീലല്ലേ. കണ്ണേട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവളെ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും നിയമപരമായിട്ട് ബന്ധം അവസാനിപ്പിക്കാൻ സാധിക്കില്ലേ എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ, അതാ മോളെ എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും അവൾ ഇനി ഇവിടേക്ക് കയറി വന്നാലും കണ്ണൻ ഇവിടെ നിന്ന് അവളെ ആട്ടി പുറത്താക്കും. അക്കാര്യം ഉറപ്പാണ്. അത്രയ്ക്കുണ്ട് അവന് അവളോടുള്ള പക എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഏതായാലും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനെയും കൊണ്ട് ഇങ്ങനെ ചുറ്റി നടക്കാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു? അവളുടെ പ്രസവം കഴിഞ്ഞ് അയാളായിരിക്കും കമ്പനി ഭരിക്കാൻ പോകുന്നതെന്നാണ് അവൾ ഉണ്ണിയേട്ടൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിരിക്കുന്നത് എന്നെല്ലാം കരുണ പറയുമ്പോൾ, കണ്ണൻ ഇപ്പോൾ നമ്മുടെ പക്ഷത്തായതുകൊണ്ട് എന്ത് വന്നാലും അവൻ നോക്കിക്കോളും. നമ്മൾ അവനെ വെറുതെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചാൽ മാത്രം മതി. നമുക്ക് എന്തായാലും 3 പേർക്കും കൂടി ഒന്ന് പുറത്തു പോകണം. മുൻപ് അവളെ ഇവിടേക്ക് കല്യാണം കഴിപ്പിച്ചു വരുന്നതിന് മുൻപായിട്ട് കണ്ണൻ വില കൂടിയ സാരിയും ആഭരണങ്ങളൊക്കെ ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തരാറുണ്ട്. അവൾ വന്നതിന് ശേഷമാണ് അതിനൊക്കെ ഒരു മാറ്റം വന്നതെന്ന് ദുർഗ പറയുമ്പോൾ, ഇപ്പം എല്ലാം പഴയപടി ആയില്ലേ അമ്മേ. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാം. ബില്ലെല്ലാം കമലേശ്വരം കമ്പനിയുടെ പേരിൽ എഴുതിയാൽ മതി. കണ്ണേട്ടനും പകുതി സ്വത്തിൽ അവകാശമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. അങ്ങനെ ദുർഗയും കരുണയും സ്വാതിയും ഒരുമിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയും വില കൂടിയ സാരികളും അതുപോലെ തന്നെ ജ്വല്ലറിയിൽ കയറി ഓർണമെൻറ്റ്സ് എല്ലാം വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബില്ലെല്ലാം കമലേശ്വരം കമ്പനിയുടെ പേരിലാണ് കേട്ടോ എഴുതിക്കുന്നത്. അങ്ങനെ അവർ ലക്ഷങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുന്നുണ്ട്. പിന്നീട് ഈ വിവരം അറിയുന്ന കണ്ണൻ മഹിയെ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ രണ്ടാനമ്മയും സ്വാതിയും കരുണയും ചേർന്ന് ലക്ഷങ്ങളുടെ ഷോപ്പിംഗ് ആണ് കമ്പനി അക്കൗണ്ടിൽ നടത്തിയിരിക്കുന്നത്. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. ഉണ്ണി അവൻ കമ്പനിയെ പറ്റിച്ചും ഇതുവരെയുള്ള അവൻ്റെ ശമ്പളം ഒരു ചില്ലിക്കാശ് പോലും ചിലവാക്കാതെ ഇഷ്ടം പോലെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ ഷോപ്പിങ്ങിൻ്റെ ചിലവൊന്നും കമ്പനി വഹിക്കേണ്ട ആവശ്യമില്ല. തനിക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ചെയ്യാം. എൻ്റെ എല്ലാ പിന്തുണയും തനിക്കുണ്ട് എന്ന് കണ്ണൻ വിളിച്ചു പറയുമ്പോൾ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം കണ്ണേട്ട. കണ്ണേട്ടൻ്റെ ചില്ലിക്കാശ് പോലും അവരുടെ ദൂരത്തിന് വേണ്ടി ചിലവാക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല.
അവർ ചിലവാക്കിയ പണം മുഴുവൻ ഉണ്ണി അടയ്ക്കട്ടെ എന്ന് മഹി ഒരു തീരുമാനം എടുത്തുകൊണ്ട് കണ്ണനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്